അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഒരു കാലഘട്ടത്ത് ഓറിയന്റലിസ്റ്റുകളും അതുപോലെ തന്നെ ഫെമിനിസ്റ്റുകളിലെ ഒരു വിഭാഗം ആൾക്കാരും ഇസ്ലാമിനെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഖുർആനെയും ഹദീസിനെയും മിസ്ഇന്റർപ്രിറ്റ് ചെയ്യുന്ന, ദുർവ്യാഖ്യാനം ചെയ്യുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. പ്രധാനമായിട്ടും ഇസ്ലാമിൽ സ്ത്രീകൾക്കൊരു പ്രാധാന്യവും ഇല്ലെന്ന് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി തെളിവായിട്ട് കൊണ്ടുവരുന്ന ഹദീസാണ് നാക്കിസാത്തു അഖ്ലി മദീന എന്നുള്ളത്. അതെ അതെ ഈ ഒരു ഹദീസുമായിട്ട് ഈ ഒരു കാലഘട്ടത്ത് ധാരാളം ഡിബേറ്റുകളൊക്കെ നടക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഹദീസിന്റെ ഇത് നോക്കുകയാണെങ്കിൽ അതിന്റെ ഓതൻസിറ്റി നമ്മൾ നോക്കണം. ഏതൊരു ഹദീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ഓതൻസിറ്റി നോക്കണമല്ലോ. അപ്പോൾ ഇത് അബൂ സഈദ് ഖുദരി റഹിമഹുല്ല എന്ന് പറയുന്ന സഹാബി റിപ്പോർട്ട് ചെയ്തതായിട്ട് ഏകദേശം സിഹാവ് സിത്തയിലെ ഏകദേശം 6ഓളം ഹദീസിലെ 5 ഹദീസ് ഗ്രന്ഥങ്ങളിലും ഇത് റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയാണ്. പിന്നെ ഇതേപോലെ തന്നെ അതിന്റെ കോണ്ടസ്റ്റ് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഒരു ഹദീസ് എന്തിനാണ് വരുന്നത് നമുക്ക് പരിപൂർണമായി നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ പ്രവാചകന്റെ ജീവിതം, പ്രവാചകന്റെ സീറ കൃത്യമായി പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രവാചകർ സ്ത്രീകൾക്ക് നൽകിയ പ്രാധാന്യത്തെക്കുറിച്ചും സ്ത്രീകളുടെ ഓരോ വാക്കിനും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ തന്നെ ഹുദൈബിയ സന്ധ്യയുടെ ആ ഒരു സന്ദർഭം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ മദീനയിൽ നിന്നും മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയയിലേക്ക് എത്തുന്ന സമയത്ത് മുശ്രിക്കീങ്ങളുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. അങ്ങനെ സഹാബത്തിനോട് തിരിച്ച് മദീനയിലേക്ക് പോകാൻ വേണ്ടി ആവശ്യപ്പെട്ട സമയത്ത് സഹാബത്ത് ഒരു നിമിഷത്തേക്ക് മടിച്ചു നിൽക്കുന്നുണ്ട്. ആ ഒരു സമയത്ത്, ആ ഒരു അത്രത്തോളം ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആ ഒരു സമയത്ത് പോലും തൻ്റെ പത്നിയായിട്ടുള്ള ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ഉപദേശം നൽകുകയാണ്. അതായത് പ്രവാചകരെ, താങ്കൾ ആദ്യം തഹല്ലുൽ ചെയ്ത് മടങ്ങിയാൽ താങ്കളുടെ പിന്നാലെ സഹാബത്ത് എന്തായാലും വരുമെന്നുള്ള ആ ഉപദേശം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഉപദേശം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതാണ്. ഒരു സ്ത്രീയുടെ, തന്റെ പത്നിയുടെ ഉപദേശം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ്. പിന്നെ മഹാനായിട്ടുള്ള ഉമർലാൻ ഖലീഫ ആയിരിക്കുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായിന്. അത് വെച്ചാല് ഉമർലാൻ ഈ ഒരു പെണ്ണുങ്ങളെ ഒരു എന്താ പറയാ ഈ ഒരു മഹറിന്റെ വിഷയത്തിൽ ഒരു ചർച്ച അവിടെ ഉണ്ടാകുന്ന സമയത്ത് ഉമർലാൻ അവനൊരു ലിമിറ്റിങ് ചെയ്തപ്പോൾ ഒരു വനിത ആ ഒരു സദസ്സിൽ എണീച്ച് വന്നുകൊണ്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങൾ അള്ളാഹ് എന്താ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞിട്ടില്ല, നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ആയത്തങ്ങ് ഓതി കൊടുക്കുകയാണ്. മിൻഹു നഫ്സൻ ഫകുലു ഹനിഅൻ മരിയ എന്ന് പറയുന്ന ഒരു ആയത്തങ്ങ് ഓതി കൊടുത്തപ്പോൾ മഹാനായിട്ടുള്ള ഉമർലാന് അത് ഉൾക്കൊണ്ടുകൊണ്ട് അതാണ് ശരി എന്ന് നമ്മൾ അവിടെ സ്ത്രീ പറഞ്ഞ ഒരു കാര്യത്തെ അവിടെ ശരിവെക്കുകയാണ് മഹാന ഉമർലാന് ചെയ്തത്. ഷുഐബ് നബീന്റെ സംഭവത്തിൽ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഷുഐബ് നബീന്റെ അടുക്കലേക്ക് പോയ സമയത്ത് മൂസാ നബിക്ക് ഒരു ടെസ്റ്റ് എന്ന നിലയിൽ ആടിനെ മേയ്ക്കുക എന്നുള്ള ഒരു ഐഡിയ കൊടുത്തത് പോലും ഷുഐബ് നബിന്റെ മോള് നൽകിയതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ തന്നെ ഇസ്ലാം ഒരിക്കലും സ്ത്രീകളുടെ വാക്കിന്, സ്ത്രീകളുടെ പ്രവർത്തികൾക്കൊക്കെ ധാരാളം വില കൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ വാക്കിനോ അവരുടെ പ്രവർത്തികൾക്ക് ഒരിക്കലും നിസ്സാരവൽക്കരിച്ചിട്ടില്ല, നിരുത്സാഹപ്പെടുത്തിയിട്ടുമില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ഡിബേറ്റിലൂടെ നാം പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാല് ഈ ഇസ്ലാം കടന്നു വന്നപ്പോൾ ആദ്യമായി ഇസ്ലാമിലേക്ക് വന്നത് തന്നെ ഒരു സ്ത്രീയാണെന്നുള്ള കാര്യമാണ്. അതായത് മഹദിയായിട്ടുള്ള ഖദീജ റളിയല്ലാഹു അൻഹ. പല ഭാര്യമാരും തന്റെ ഭർത്താക്കന്മാരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന അതൊരു വല്ലാത്തൊരു സംഭവമാണ്. പിന്നെ അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ, ഇപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് വെച്ചാൽ നാക്കിസാത്തുൽ അഖ്ലി വദ്ദീൻ എന്നാണ്. അപ്പൊ പെണ്ണുങ്ങൾക്ക് ഈ അഖ്ല് കുറവാണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ മഹദിയായിട്ടുള്ള ആയിഷ റളിയല്ലാഹു തആല അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ബുദ്ധി കൂർമ്മത എന്ന് പറയുന്ന ഫഹ്മ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം. ഇത് മാത്രമല്ല പലയിടത്തും പല സ്വഹാബികളെ തിരുത്തുന്ന ഒരു സന്ദർഭങ്ങൾ വരെ ആയിഷ റളിയല്ലാഹു ജീവിതത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനായിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ എന്താകുന്നുണ്ട്, ഒരു ഹൈലിന്റെ വിഷയത്തിൽ നോമ്പ് എടുക്കാൻ പറ്റുമോ, ആ ഒരു കലാവിന്റെ വിഷയത്തിൽ നോമ്പ് കലാക്കണം എന്ന വിഷയത്തിൽ തിരുത്തുന്ന ഒരു സംഭവം, ഒരു വല്ലാത്ത ഒരു എന്താ പറയാ ഒരു കഥ, ഒരു സംഭവമായി തന്നെ നമുക്ക് ആയിഷ റളിയല്ലാഹു ജീവിതത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയാണ്. അപ്പോ ഈ ഒരു നാക്കിസാത്ത് അഖ്ലി മദീന, ഈ ഒരു ചെറിയൊരു ഹദീസ്, ഇതൊരു വലിയ ഹദീസാണ്. ഈ ഒരു ചെറിയൊരു ഹദീസിന്റെ ഒരു ഭാഗം മാത്രം എടുത്തുകൊണ്ട് അതിനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരു നീചമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഈ ഓറിയന്റലിസ്റ്റുകളും ഫെമിനിസ്റ്റുകളും ഒരു വിഭാഗം ആൾക്കാരും ചെയ്യുന്നുള്ളത്. ഉദാഹരണത്തിന് ഇതിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടല്ലോ വഖ്തുൽ മുശ്രിക്കീന ഹൈസു വജത്തുമു, ആ ഒരു ആയത്ത്. അതായത് നിങ്ങൾ കണ്ട എല്ലാ മുശ്രിക്കീങ്ങളെയും കൊല്ലണമെന്ന് ഖുർആൻ ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്ന് ഇതിന്റെ ഇടയിലായിട്ട് ചില വാർത്തകളൊക്കെ നമുക്ക് കണ്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിനെതിരെ വരുന്ന വിമർശനമാണ്. അപ്പോ ഇത് ഒരു ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ട് അതിനെ വിപുലീകരിച്ച് അതിനെ ഭയങ്കര സംഭവമാക്കിയിട്ട് ആൾക്കാരുടെ അടുത്ത് അവതരിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നുള്ളത്. ഇതിന്റെ കോണ്ടെസ്റ്റ് മനസ്സിലാക്കാതെ, ഇത് ഏത് സമയത്താണ് ഇറങ്ങിയതെന്ന് മനസ്സിലാക്കാതെ, വെറും ഈ ഒരു വാക്ക് മാത്രം എടുത്തുകൊണ്ട്. എന്നാൽ ഈ ഒരു വഖ്തുൽ മുശ്രിക്കീന ഹൈസു വജത്തുമുഹു, ഈ ഒരു
ഈ ഒരു ആയത്തിന്റെ ഈ ഒരു സൂക്തം ഇറങ്ങിയത് ഏത് സന്ദർഭത്തിൽ നിന്ന് നാം നോക്കുന്ന സമയത്ത് അതിന്റെ കോണ്ടെക്സ്റ്റ്, അതിന്റെ പശ്ചാത്തലം നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് യുദ്ധത്തിന്റെ സമയത്ത് ഒരു യുദ്ധവേളയിലായിരുന്നു ഈ ഒരു ആയത്ത് ഇറങ്ങുന്നുള്ളത്. അതും ഹർബിയായ യുദ്ധത്തിനിറങ്ങിയ ശത്രുക്കളെ കൊല്ലാൻ വേണ്ടിയാണ് ഈ ഒരു ആയത്തിലൂടെ ഉദ്ദേശിക്കുന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഹദീസിന്റെ അവസ്ഥയും. അതായത് ഒരു ചെറിയ ഭാഗം എടുത്തുകൊണ്ട് ഈ ഹദീസിനെ മൊത്തമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ളതാണ് ഓറിയന്റലിസ്റ്റുകൾ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഹദീസിനെ കൃത്യമായി പഠിച്ചുകൊണ്ട് അത് ഇതിന്റെ കോണ്ടെക്സ്റ്റുകളും അതുപോലെ തന്നെ പ്രവാചക സീറയൊക്കെ പഠിച്ചുകൊണ്ട് ഈ ഒരു ഹദീസിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു ഫെമിനിസ്റ്റ് സ്കോളറാണ് സബാ മഹ്മൂദ്. അപ്പൊ സബാ മഹ്മൂദ് അവരുടെ പുസ്തകത്തിൽ ഒരു ഫെമിനിസ്റ്റ് സ്കോളറാണ്. അവരുടെ പുസ്തകം പൊളിറ്റിക്സ് ഓഫ് പയറ്റി എന്നുള്ള അവരുടെ പുസ്തകത്തിൽ ഒരു ഹദീസിനെ വിശകലനം ചെയ്യുന്നുണ്ട്. ഫെമിനിസ്റ്റ് തന്നെ ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു വനിത സ്കോളർ തന്നെ ഈ ഒരു ഹദീസിനെ കൃത്യമായിട്ടുള്ള അതിന്റെ കോണ്ടെക്സ്റ്റുകളൊക്കെ പഠിച്ചുകൊണ്ട് വിശകലനം ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ഹദീസിനെ പഠിച്ചുകൊണ്ട് അവർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ നാക്കിസാത്ത്, ഡെഫിഷ്യൻസി, അവർ ഉപയോഗിക്കുന്ന വാക്കാണ് ഡെഫിഷ്യൻസി. അപ്പൊ ഈ ഒരു നാക്കിസാത്ത് കൊണ്ട് പ്രവാചകർ ഉദ്ദേശിച്ചത് ഫിസിക്കലായിട്ട് സ്ത്രീകൾക്ക് നിസ്കാരത്തിലും അതുപോലെ തന്നെ ഒരു റമദാൻ സമയത്ത് നോമ്പ് നോക്കുന്നതിലൊക്കെ അവർക്ക് ശാരീരികമായിട്ട് തന്നെ ലിമിറ്റ്സ് ഉണ്ട്. മെൻസസ് ഒക്കെ ഉണ്ടായ കാരണത്താൽ ഒരു ലിമിറ്റ്സ് ഉണ്ട്. ആ ഒരു ലിമിറ്റ്സിനെയാണ് പ്രവാചകർ നാക്കിസാത്ത് കൊണ്ട് ഉദ്ദേശിച്ചത്. ബാക്കിയുള്ള ഇന്റർപ്രിറ്റേഷൻസ് ഒക്കെ നടത്തിയത് ആരെന്ന് വെച്ചാൽ അത് സോഷ്യൽ കൺസ്ട്രക്റ്റീവ് ആണ് എന്നാണ് സബാ മഹ്മൂദ് ആ ഒരു പുസ്തകത്തിലൂടെ സ്ഥാപിക്കുന്നുള്ളത്. അതായത് ഓരോ സമുദായത്തിലേക്ക് എത്തുന്ന സമയത്ത് ആ സമുദായക്കാർ അതിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ട് അവരുടെ കൾച്ചറിൽ കൂട്ടിക്കുഴച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന സംഭവമായിട്ടാണ് സബാ മഹ്മൂദ് ഈ ഒരു ഹദീസിനെ കാണുന്നുള്ളത്. പിന്നെ വേറൊരു വിഷയം എന്ന് വെച്ചാൽ ഈ എന്താ പറയാ, ഈ പ്രവാചകന്മാരുടെ കാലത്ത് പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള സഹാബികളുടെ കാലത്തൊക്കെ എന്താണെന്നുണ്ട് കുറെ, പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ നബി സല്ലല്ലാഹു തങ്ങളുടെ കാലത്ത് എന്താ പറയാ, ഒരു സ്ത്രീയുടെ ചോദ്യത്തിന് ഉത്തരമായി ഖുർആൻ ആയത്ത് ഇറങ്ങുന്ന ഒരു സംഭവം അവർ വല്ലാത്തൊരു സംഭവം. വെച്ചാൽ മഹാനായിട്ടുള്ള ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ എന്താണെന്നുണ്ട് നബി സല്ലല്ലാഹു തങ്ങൾ വന്ന് ചോദിക്കണം, നബിയെ ഈ സ്ത്രീകൾക്ക് എല്ലായിടത്തും ഇങ്ങനെ തരം താഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും പുരുഷന്മാർക്കാണ് ഭയങ്കര അധികാരം ഒക്കെ മേൽക്കോയ്മയൊക്കെ ഉണ്ടാവും. സ്ത്രീകൾ പൊതുവെ ഒരു എന്താ പറയാ ചോദിക്കുന്ന സന്ദർഭം എന്ന് വെച്ചാൽ ഒരു സ്ത്രീകൾക്ക് ജനിച്ചാൽ കുഴിച്ചു മൂടുന്ന ഒരു കാലഘട്ടത്തിൽ പ്രവാചകൻ ഇങ്ങനെ സ്ത്രീകൾക്ക് ഒരു സ്ഥാനം ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു സന്ദർഭമാണ്. ആ ഒരു സന്ദർഭത്തിൽ അവകാശങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ചോദിക്കാൻ പോലും അവകാശമില്ലാത്ത ഒരു സമുദായമായിരുന്നു സ്ത്രീകൾ. അവരുടെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ പോലും അവകാശമില്ലാത്ത സമുദായം. ആ ഒരു സമയത്താണ് സ്ത്രീകൾക്ക് അവരുടെ അവകാശം ചോദിച്ചു വാങ്ങാനുള്ള അവകാശം അവർക്കുണ്ട് എന്ന് സ്ഥാപിച്ചുകൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഒരു സംഭവം നാം ഉദ്ധരിക്കുന്നത്. അതെ, മഹദി അങ്ങനെ ചോദിച്ചു. അപ്പൊ അപ്പം തന്നെ ഇറങ്ങുകയാണ്, അള്ളാഹ് ആയത്തങ്ങ് ഇറങ്ങി. എന്നിട്ട് എന്താ പറയാ, ഹസാബ് സുഹൃത്തിലെ ഉമ്മുസലമയുടെ വാക്കിന് മറുപടി മറുപടി ആയിട്ട് വരുന്നത് ഇന്നൽ മുസ്ലിമീൻ വൽ മുസ്ലിമാത്ത്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഈ ഇസ്ലാമിൽ എന്താ പറയാ, ഈ ഒരു ആണുങ്ങൾ പെണ്ണുങ്ങൾ, അതായത് ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പൊതുവെ ഇസ്ലാമിൽ പ്രയോഗിക്കുന്ന ആ ഒരു വാക്ക് ഇണകൾ എന്ന് പറഞ്ഞത്, ഇണകൾ സൗജ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, അത് പെണ്ണുങ്ങളെ ആണായാലും പെണ്ണായാലും സൗജ് തന്നെ പറയാം. അപ്പൊ അവരെന്താ പറയാ, ഇണ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും തുല്യത എന്നുള്ള ഒരു എന്താ പറയാ ഒരു ചിന്താഗതി ഇസ്ലാം കൊടുക്കുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട്. ആണായാലും പെണ്ണായാലും തുല്യമായിട്ടുള്ള ഒരു പരിഗണന കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു വിഷയം എന്ന് വെച്ചാല് ഈ ഖുർആൻ തന്നെ പറയുന്നത് അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. അപ്പൊ എന്തുകൊണ്ടാണ് സ്ത്രീകളെക്കാളും പുരുഷന്മാർ എങ്ങനെയാണ് മേൽക്കോയ്മ നേടിയത്, ആ ഒരു വിഷയത്തിൽ അവിടെ നേടിയത് എന്നെങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒന്ന് നോക്കണ്ട, ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ കുറച്ചും കൂടി സ്ത്രീകളെക്കാളും ഉഷാറ് തന്നെയാണ്. ഫിസിക്കലായിട്ട് എപ്പോഴും സ്ട്രെങ്ത് ആണുങ്ങൾക്കാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളും ആണുങ്ങളും തമ്മിൽ കമ്പാരിസൺ ചെയ്യുന്ന സമയത്ത് ആണുങ്ങൾക്ക് തന്നെയാണ് ഫിസിക്കലായിട്ടുള്ള സ്ട്രെങ്ത് ഉള്ളത്. ഇപ്പൊ ഇനി ചില സന്ദർഭങ്ങൾ ആണുങ്ങൾക്കും ചില സന്ദർഭങ്ങൾ പെണ്ണുങ്ങൾക്കും സ്ത്രീകൾക്കും മേൽക്കോയ്മയുള്ള പ്രിയോറിറ്റി ഉള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോ ബാക്കിയുള്ളവരെ മനസ്സിലാക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ, അതായത് ബാക്കിയുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്ന സമയത്ത് മഹദിയായിട്ടുള്ള ഖദീജ റളിയല്ലാഹു അൻഹ ഒരു സംഭവം വരുന്നത്. അതായത് മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായിട്ട് വഹി ഇറങ്ങിയ സമയത്ത് എന്താ പറയാ, ആ ഒരു ഇതില് ഭയങ്കര ഭയജഹലനായി നേരെ വീട്ടിലേക്ക് ഓടി വരുന്ന സമയത്ത് സമാശ്വസിപ്പിച്ചുകൊണ്ട് എന്താ പറയാ, നിങ്ങൾ നല്ലവരാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ഡീൽ ചെയ്യുന്ന ആ ഒരു ഖദീജ റളിയല്ലാഹു അൻഹ റോള് ഇത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോ ഇബ്നു ഖൽദൂൻ അവരുടെ ഒരു ഐഡിയോളജിയിൽ അവർ പറയുന്നുണ്ട്, അതായത് ഇപ്പോൾ ഓരോ നാട്ടിലേക്ക് എത്തുന്ന സമയത്ത് അവരുടെ കൾച്ചർ ബേസ് ചെയ്തിട്ടാണ്, കോണ്ടെസ്റ്റുകൾ ബേസ് ചെയ്തിട്ടാണ് സാധാരണ ഇസ്ലാമിലെ കാര്യങ്ങളൊക്കെ എന്താവാറുള്ളത്, സാധാരണ ആൾക്കാർക്ക് അത് കൊടുക്കാറുള്ളത്, പ്രയോഗവൽക്കരിക്കാറുള്ളത്. അപ്പോ ചിലപ്പോ ഒരു നാട്ടിൽ പോയ സമയത്ത് ചിലപ്പോ സ്ത്രീകൾക്ക് നല്ല പ്രാധാന്യം ഉണ്ടാവും, സ്ത്രീകൾക്ക് കൂടുതൽ എല്ലാ കാര്യത്തിലും സ്ത്രീകൾ മുന്നിട്ട് ഇറങ്ങുന്നുണ്ടാവും. ചില നാട്ടിൽ പോയാൽ സ്ത്രീകൾ വീടിനുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന കാഴ്ച കാണും. അതൊക്കെ കൾച്ചറിലും അതുപോലെ തന്നെ കോണ്ടസ്റ്റ് ഒക്കെ കൂടി കുഴച്ചുണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം മാത്രമാണ്.
എന്ന് വെച്ച് ഇസ്ലാമിന് മൊത്തത്തിൽ ഇസ്ലാം ഒരിക്കലും സ്ത്രീകൾക്ക് ഒരു പ്രാധാന്യം നൽകുന്നില്ല എന്ന് ഇതിലൂടെ നമുക്ക് കിട്ടുന്നില്ല. പിന്നെ അതേപോലെ തന്നെ എന്താ വെച്ചാൽ ഈ കൾച്ചറിന്റെ വിഷയത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഹൈറുൽ ഖുർആനി കർണി സുമല്ലദീന അലൂൻ എന്നല്ല പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഇസ്ലാമിന്റെ യഥാർത്ഥ തനിമ തനിമ മനസ്സിലാക്കുന്ന ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അത് നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു പലവിധ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്ന് മാത്രമല്ല, ഒരു ഇസ്ലാമിക് ആന്ത്രോപോളജിസ്റ്റ് ആയിട്ടുള്ള തലാൽ അസദ് എഴുതി വെക്കുന്നുണ്ടല്ലോ, എന്താ പറയാ, ഇപ്പൊ ഇസ്ലാമിനെ മനസ്സിലാക്കണമെങ്കിൽ ഒരാളെ ജീവിതം നോക്കിയിട്ട് മനസ്സിലാക്കല്ല വേണം. അതായത് ഇവര് ജീവിക്കുന്നതാണ് ഇസ്ലാം, ഇവന് ജീവിക്കുന്നതാണ് ഇസ്ലാമി എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിന് ആ ഒരു ബ്രോഡ് ഏരിയ ആയിട്ടുള്ള ഇസ്ലാമിന്റെ ആ ഒരു വിശാലമായിട്ടുള്ള ആ ഒരു സംഭവത്തെ ഇയാളിലേക്ക് ചുരുക്കിയാൽ അത് നടക്കുന്ന കാര്യമില്ല. കാരണം വെച്ചാൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ആണ്. ഏതൊരു കാലഘട്ടത്തും എന്താ പറയുക, എല്ലാത്തും ആപ്റ്റ് ആയിട്ടുള്ള ലായിക്കാൻ പറ്റുന്ന നിയമാവലികളും ഒക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു വലിയൊരു മതം തന്നെയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അവിടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ആപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇസ്ലാം വിഭാവനം ചെയ്യുന്നുള്ളത് ജെൻഡർ ഈക്വാലിറ്റി അല്ല, മറിച്ച് ജെൻഡർ റെസ്പോൺസിബിലിറ്റി, പരസ്പരമുള്ള റെസ്പോൺസിബിലിറ്റിയാണ്. ജെൻഡർ ഈക്വാലിറ്റി തീരെ ഇല്ല എന്നല്ല, ജെൻഡർ ഈക്വാലിറ്റി യു എൻ പറയുന്ന ജെൻഡർ ഈക്വാലിറ്റിയുടെ ഒരു ഭാഗം ഇസ്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. എന്ന് വെച്ച് ജെൻഡർ ഈക്വാലിറ്റി, അതായത് പുരുഷനും സ്ത്രീയും ഒരേ നിയമമാണ്, ഒരേ കാറ്റഗറിയിലാണ് എന്ന് ഇസ്ലാം പറയുന്നില്ല. അത് യാഥാർത്ഥ്യമാണ്. അവർക്ക് കാരണം സ്ത്രീകൾക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, പുരുഷന്മാർക്ക് റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇനി പുരുഷൻ ഇല്ലാത്ത സമയത്ത് സ്ത്രീ പുരുഷന്റെ റോള് വഹിക്കേണ്ടതായിട്ടുള്ള സംഭവം ഇസ്ലാം വിവരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭാര്യ ഇല്ലാത്ത സമയത്ത് പുരുഷൻ ഭാര്യയുടെ റോള് വഹിക്കേണ്ട ഒരു സംഭവം ഇസ്ലാം വ്യക്തമാക്കുന്നുണ്ട്. ഇസ്ലാം എന്തുകൊണ്ടും എല്ലാ രീതിയിലും ആപ്റ്റ് ആയിട്ടുള്ള ഒരു മതം തന്നെയാണ് ഇസ്ലാം എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഹദീസ് നമ്മൾ രണ്ട് രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക, ഇപ്പൊ നാക്കിസാത്തു അക്കലി, നാക്കിസാത്തു ദീനി. അപ്പൊ നാക്കിസാത്തുൽ അക്കലിന്റെ വിഷയങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഇടയിൽ ഒന്ന് സൂചിപ്പിക്കാനുള്ളത് മഹാനായിട്ടുള്ള ഗസാലി ഇമാമിന്റെ ഒരു എന്താ പറയുക ഒരു കാഴ്ചപ്പാടുണ്ട്. അതായത് എന്താ പറയുക, ഈ സ്ത്രീകൾ ഈ പൊതുവെ മറ്റേ സാക്ഷി നിൽക്കുന്ന വിഷയത്തിലെ സാക്ഷി നിൽക്കുന്ന സമയത്ത് ഒരു പുരുഷന് പകരം രണ്ട് സ്ത്രീകളാണെന്ന് പറയുന്നുണ്ട് അവിടെ. അതായത് ഒരു പുരുഷന്റെ സ്ഥാനത്താണ് രണ്ട് സ്ത്രീകൾ എന്നർത്ഥം. അപ്പൊ എന്തിനാണ് ഈ രണ്ട് സ്ത്രീകൾ ഇതാക്കിയതെന്ന് നോക്കുമ്പോൾ ഗസാലി ഇമാം തന്നെ പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സംഭവം. ഗസാലിമായി പറയുന്ന വെച്ചാൽ ഒരിക്കലും എന്താ സ്ത്രീകളുടെ സ്ഥാനത്തെ എന്താ ഇടിവ് ഇരുത്തുന്ന ഒരു സംഭവമല്ല, അതിന് ഇകഴ്ത്തി സ്ത്രീകളെ ഒഴിവാക്കുന്ന ഒരു സന്ദർഭ ആ ഒരു പ്രസ്താവന അല്ല, മറിച്ച് എന്താ പറയാ, അതായത് എന്താ പറയാ, ഒരാൾ മറ്റൊരാളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗസാലി ഇമാം അത് പറഞ്ഞത് വെക്കുന്നുണ്ട്. അപ്പോ എന്താ പറയുക, ഗസാലി ഇമാമിന്റെ ആ ഒരു വീക്ഷണം കൂടി നമുക്ക് ഇതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു ആവശ്യമായി തോന്നുകയാണ്. അപ്പൊ അവസാനമായിട്ട് ഈ ഒരു ഹദീസ് നാക്കിസാത്ത് അക്കലും വരെ നമുക്ക് 3 രീതിയിലായിട്ട് നമുക്ക് തരംതിരിക്കാൻ കഴിയും. അപ്പൊ ഒന്നാമത്തെ രീതി വെച്ചാല് പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാളും പ്രാധാന്യമുണ്ട് എന്ന് പറയുന്ന സമയത്ത്, സ്ത്രീകൾക്ക് ബുദ്ധി കുറവാണ്, പുരുഷനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധി എന്ന് പറയുന്ന സമയത്ത് അതൊരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. കാരണം ഇസ്ലാമിലെ പ്രധാന നിയമങ്ങൾ, അതുപോലെ തന്നെ ഇസ്ലാമിലെ മുസ്ലിം സൊസൈറ്റി കണ്ട പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ നൽകിയ വനിതകളുണ്ട്. അപ്പോ പ്രവാചക പത്നിമാർ, അതുപോലെ തന്നെ ശേഷം വന്ന തബഈയാത്തുകൾ, അവരൊക്കെ ഇസ്ലാമിന് ധാരാളം കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരുടെ കോൺട്രിബ്യൂഷൻ ഒക്കെ ഇസ്ലാമിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് എന്ന് പറയേണ്ടി വരും. ഇനി പുരുഷനും സ്ത്രീക്കും ഒരേ സ്ഥാനമാണ് എന്ന് പറയുകയാണെങ്കിൽ അതൊരിക്കലും അത് ഇസ്ലാമിൽ ഭൂഷണമല്ല. കാരണം അതൊരു വെസ്റ്റേൺ ഐഡിയോളജിയാണ്, വെസ്റ്റേൺ കൾച്ചറാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതും ഇസ്ലാം ഉൾക്കൊള്ളുന്നില്ല. മറിച്ച് ഇസ്ലാമിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നത് സ്ത്രീകൾക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാറ്റഗറി, അതുപോലെ പുരുഷന്മാർക്ക് വേറെ കാറ്റഗറി, അതുപോലെ തന്നെ ഇവർക്ക് 2 പേർക്കും ഒരേപോലെ അവകാശമുള്ള മറ്റു കാറ്റഗറി, അങ്ങനെ 3 കാറ്റഗറി ആയിട്ട് ഇസ്ലാം തരംതിരിക്കുന്നുണ്ട്. അതാണ് ഈ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഒരു രീതി. അവസാനമായി ഈ ഒരു ഹദീസ് നമ്മൾ നോക്കുമ്പോൾ എന്താ പറയാ, നാക്കിസാത്തുൽ അക്കൽ വദ്ദീ എന്നാണല്ലോ. അപ്പോൾ ഇതിന്റെ ഒരു ലാഹിറായിട്ടുള്ള അർത്ഥം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ പറയാ, അവർ അത്ര സുഖകരമായിട്ടുള്ള അർത്ഥം നമുക്ക് കിട്ടില്ല. കാരണം പെണ്ണുങ്ങൾക്ക് എന്താ പറയാ, ആണുങ്ങൾക്കാട് ബാക്ക്വേർഡാണ്, അവർക്കാട് ബുദ്ധി കുറവാണ്, ദീന് കുറവാണ് എന്നത് നോക്കുകയാണെങ്കിൽ സമയത്ത് തന്നെ ഈ ഒരു ഹദീസ് നമ്മൾ ചരിത്രത്തിൽ വരുന്ന കുറെ സംഭവങ്ങൾക്ക് എതിരാണ്. കാരണം എന്താ, പ്രവാചകന്റെ കാലത്തായാലും അതിനുശേഷം വരുന്ന കാലത്തായാലും ഇസ്ലാമിന്റെ ആ ഒരു കുറെ സന്ദർഭങ്ങളിൽ ഈ സ്ത്രീകൾ തന്നെ മുന്നിട്ട് വന്നുകൊണ്ട് തന്നെ കുറെ എന്താ പറയുക കാർമ്മികത്വം വരിക്കുന്ന കുറെ സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയാണ്. അപ്പോൾ വെസ്റ്റേണിലെ ആൾക്കാർ പറയുന്നത് പോലെ ജെൻഡർ ഈക്വാലിറ്റി നമുക്ക് പറയാൻ സാധിക്കൂല. ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ മേഖലകളിലും പുരുഷനും സ്ത്രീക്കും ഒരേ റെസ്പോൺസിബിലിറ്റി, അതൊരിക്കലും ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഒരു രീതിയല്ല. ഇനി ഈ ഒരു ഹദീസിനെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുക സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള കമ്പാരിസൺ അല്ല ഈ ഒരു ഹദീസുമായിട്ടുള്ളത്. സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള കമ്പാരിസൺ അല്ല, മറിച്ച് സ്ത്രീകൾക്ക് അവരുടേതായ റെസ്പോൺസിബിലിറ്റി, പുരുഷന് അവരുടേതായ റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ ചില കാര്യങ്ങൾ സ്ത്രീകൾക്ക് പ്രിയോറിറ്റി,
ചില കാര്യങ്ങൾ പുരുഷന്മാർക്ക് പ്രയോറിറ്റി. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഫീലിങ്സ്, നേരത്തെ പറഞ്ഞതുപോലെ ഫീലിങ്സ് മനസ്സിലാക്കുന്നതിൽ സ്ത്രീകൾക്കാണ് പ്രയോറിറ്റി. അതുകൊണ്ട് തന്നെ ഈ നഴ്സിംഗ് മേഖലകളിൽ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ മേഖലകളിലൊക്കെ അവർക്ക് ധാരാളം സാധ്യതകളുണ്ട്. ഇനി പുരുഷനെ നോക്കുകയാണെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ പുരുഷന് പ്രയോറിറ്റി ഉണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഫൈനാൻഷ്യലായിട്ട്, അല്ലെങ്കിൽ ഒരു കുടുംബം നയിക്കുന്നത്, തീരുമാനം എടുക്കാനുള്ള ഡെസിഷൻ പവർ, ഇതൊക്കെ പുരുഷന് സ്ത്രീകളുമായിട്ട് കുറച്ച് കൂടുതലുള്ള സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ പുരുഷന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അതായത് രണ്ട് പേർക്കും രണ്ട് രീതിയിലാണ് ഇസ്ലാം പ്രയോറിറ്റി നൽകുന്നുള്ളത്. അപ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊരിക്കലും ഒരു കമ്പാരിസൺ അല്ല. പുരുഷനാണോ കൂടുതൽ ബുദ്ധിയുള്ളത് അല്ലെങ്കിൽ സ്ത്രീകൾക്കാണോ കൂടുതൽ ബുദ്ധിയുള്ളത് എന്നുള്ള ഒരു കമ്പാരിസൺ ആയിട്ടുള്ള ഒരു ഹദീസ് അല്ല, മറിച്ച് ഇതൊരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ജെൻഡർ ജസ്റ്റിസ് ആണ് ഈ ഒരു ഹദീസിലൂടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നുള്ളത്. പിന്നെ ഇത്രയും ഒരു സങ്കുചിതമായിട്ടുള്ള ഈ ഒരു സംശയാസ്പദം ഉണ്ടാക്കുന്ന സങ്കുചിതമായിട്ടുള്ള ഒരു ഹദീസിനെ എന്താ പറയാ, ഇങ്ങനെ രീതിയിൽ മനസ്സിലാക്കുമ്പോഴാണ് ആ ഒരു ഹദീസിന് പ്രശ്നമില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.